അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കണ്ണൂർ ജില്ലാ SKSF സർഗലയം 2024 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഇമാം ഗസാലി ദാർശനിക സുഗന്ധം എന്നുള്ളതാണ്. ഈ സായാഹ്നത്തിൽ ഇമാം ഗസാലിയുടെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകുകയാണ് ഈ നിമിഷത്തിൽ. ഇമാം ഗസാലിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയ ദാർശനിക കണ്ടുപിടുത്ത മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഇമാം ഗസാലി. ഇന്ന് ഇവിടെ ഗസാലിയുടെ ചരിത്രത്താളുകൾ തുറക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ കൂടുന്നത് സഫ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുള്ള ഫൈസി ഉസ്താദ്, SKSF സംസ്ഥാന ഉപാധ്യക്ഷൻ ബഷീർ അസദി നമ്പ്രം, നന്ദി എജു വില്ലേജ് പ്രിൻസിപ്പൽ ഷക്കീർ ഹൈതമി ഉസ്താദ് അവർകളാണ്. മൂന്ന് പേരെയും കണ്ണൂർ ജില്ലാ SKSFന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഗസാലിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും അദ്ദേഹം വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ആത്മീയ രംഗത്ത് ഒരു സൂര്യ തേജസ്സായി വളർന്നു വരികയും ലോകത്തിന് തന്നെ മാതൃകയാകും വണ്ണം ആത്മീയ സൂര്യ തേജസ്സായ ഇമാം ഗസാലിയുടെ ജീവിതത്തിലെ ആ ആത്മീയ പാണ്ഡിത്യത്തെക്കുറിച്ച് ആദ്യം നമ്മളോട് ഉസ്താദ് അബ്ദുള്ള ഫൈസി സംസാരിക്കുകയാണ്. സ്നേഹപൂർവ്വം ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈജ്ഞാനിക ആത്മീയ മണ്ഡലത്തിലെ സൂര്യ തേജസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധ്യമാകുന്ന പണ്ഡിത പ്രഭ മുഹമ്മദ് ബിൻ അഹ്മദ് അബു ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ലോകചരിത്രത്തിൽ ദി പ്രൂഫ് ഓഫ് ഇസ്ലാം, ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്. ആ പാണ്ഡിത്യത്തിൻ്റെ ആധികാരികത ചെന്നെത്തി നിൽക്കുന്നത് ആത്മീയതയുടെ ഔന്നിത്യത്തിലാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ സന്നിവേശിപ്പിക്കപ്പെടുന്ന സുപ്രധാനമായ നാമം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സുപ്രധാനമായി അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണഗതിയിൽ ഫിലോസഫിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എ ലിറ്റിൽ ഈസ് വെരി മോർ. കുറച്ചുകളാണ് ഏറ്റവും അധികമുള്ളത് എന്ന് പറയാറുണ്ട് സാധാരണ ഫിലോസഫികളിൽ. അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആത്മീയമായ സബര്യകളിലേക്കുള്ള സഞ്ചാരം ചെറിയതിൽ നിന്നുള്ള വലുതുകളിലേക്കാണ് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു സംഭവം ഇത്ഹാഫ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. മഹാനവറുകളുടെ മുമ്പിൽ ഒരു ശിഷ്യൻ വരുന്നു. ആ ശിഷ്യൻ്റെ മുമ്പിൽ തൻ്റെ ഒരു ജീവിതാനുഭവം, സ്വപ്നദർശിതമായ കാര്യത്തെ വിവരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ തിരുദർബാറിൽ സന്നിഹിതനായി. എന്നോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് നന്മകൾ ചെയ്തിട്ടുള്ളത്? ഞാൻ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ദർബാറിലായതുകൊണ്ട് വിനയാന്വിതനായി പറയാൻ മാത്രമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ നിൻ്റെ തൂലിക സഞ്ചരിപ്പിക്കുന്ന സമയം നിൻ്റെ തൂലികയിൽ നിന്ന് നിർഗളിക്കുന്ന മഷിത്തുള്ളിയെ ഒരൽപ്പം ഭോജനമാക്കി മാറ്റാൻ വന്നിരുന്ന ഒരു ചെറിയ പ്രാണിയെ അതിൻ്റെ അന്നമാണെന്ന് കരുതി ഒരല്പസമയം അതിന് അവധാനതയോടുകൂടി നിന്നു കൊടുത്തല്ലോ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന ചരിത്രമാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ ചെറുകാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നതാണ് ആത്മീയ സബര്യയിൽ
ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പ്രധാനമായി വഴിയായി സ്വീകരിച്ചത് എന്നതാണ് ലോകത്ത് ഇത്രമേൽ ഒരു വലിയ സൂര്യ തേജസ്സായി പ്രശോഭിതമായി നിൽക്കാൻ ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഉസ്താദിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ആത്മീയ ലോകത്ത് അദ്ദേഹം കൈവരിച്ചിട്ടുള്ള ആ ഒരു നേട്ടത്തിൻ്റെ മഹത്വത്തിൻ്റെ നാൾവഴികളിലൂടെ വളരെ ഭംഗിയായി ഉസ്താദ് കടന്നു പോവുകയുണ്ടായി. അടുത്തതായി ഇമാം ഗസാലിയെ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ എടുത്തു പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. അദ്ദേഹത്തിൻ്റെ ദാർശനികമായ അദ്ദേഹത്തിൻ്റെ തത്വജ്ഞാനം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. വളരെ അതുവരെ ലോകത്തുണ്ടായിരുന്ന ഫിലോസഫിക്കൽ വശങ്ങളെയൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിൽ ഇമാം ഗസാലിയുടെ ദാർശനിക വീക്ഷണം വളർന്നു വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ബഷീർ അസദി നമ്പ്രം സംസാരിക്കുന്നു. ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 5-ാം നൂറ്റാണ്ടിൽ ഹിജറ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് ഗസാലി ഇമാം. വ്യക്തിപ്രഭാവം കൊണ്ടും തൻ്റെ ധിഷണ കൊണ്ടും രചനാപാടവം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഈ 21-ാം നൂറ്റാണ്ടിലും മാതൃകയാക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന മഹാപ്രതിഭയാണ് ഗസാലി ഇമാം. 1-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവാണ്. 3-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം അബുൽ ഹസൻ അഷ്അരി റളിയല്ലാഹു അൻഹു. 4-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് അബ്ദുല്ലാഹിൽ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹുവും അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവുമാണ്. ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 12-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട എല്ലാ മേഖലകളിലും കൃത്യമായ നിലപാടും കാഴ്ചപ്പാടുമുള്ള വലിയൊരു പണ്ഡിതനാണ്, സൂഫിയാണ്, ആലിമാണ്. 55-ാമത്തെ വയസ്സിലാണ് ഗസാലി ഇമാം മരിക്കുന്നത്. 55-ാമത്തെ വയസ്സിൽ 55-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് മുമ്പ് ചരിത്രത്തിൽ കാണുന്നത് 500ഓളം കിതാബുകൾ അദ്ദേഹം എഴുതി എന്നാണ്. 500ഓളം കിതാബുകൾ അദ്ദേഹം എഴുതി. ആ കിതാബിൻ്റെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും 500ഓളം കിതാബുകൾ അദ്ദേഹം എഴുതിയതിൽ ഇന്ന് അത്യന്താധുനിക ലോകത്ത് കാണുന്ന എല്ലാ ബ്രാഞ്ചുകളിലും, ബ്രാഞ്ച് മീൻസ് വൈജ്ഞാനിക മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ദാർശനിക ഭാഗം എന്നുള്ളത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവോടുകൂടി തത്വചിന്ത അവസാനിച്ചുവെന്നും ശേഷമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് പലപ്പോഴും തടസ്സം നിന്നു എന്നുള്ളൊരു പരാതിയും വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തീർച്ചയായും ആ ഒരു കാര്യത്തോട് പൂർണ്ണമായും വിയോജിപ്പ് കാണിക്കേണ്ടവരാണ് നമ്മൾ. കാരണം ഒരു വിഷയത്തെ നമുക്ക് 3 രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ ലോകത്തുള്ള ഏത് കാര്യം പരിശോധിച്ച് നോക്കിയാലും 3 രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ആ കാര്യത്തിൻ്റെ സെഗ്മെൻ്റൽ സ്റ്റഡിയാണ്, ഫ്രാഗ്മെൻ്റൽ സ്റ്റഡിയാണ്. സെഗ്മെൻറ്റേഷൻ ഓർ ഫ്രാഗ്മെൻറ്റേഷനാണ്. ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തേത് ഇൻ്റലക്ച്വൽ സ്റ്റഡിയാണ്. മൂന്നാമത്തേത് സ്പിരിച്വൽ സ്റ്റഡിയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ മുറ്റത്ത് ഒരു ചെറിയൊരു മരം നമ്മൾ കാണുന്നുണ്ട്, ചെറിയൊരു ചെടി കാണുന്നുണ്ട്.
ആ ചെടിയുടെ കൊമ്പുകൾ, അതിൻ്റെ ഇലകൾ, ആ ഇലകൾക്കുള്ള കളറ്, കൊമ്പിനുള്ള കളറ് എന്നിങ്ങനെ സെഗ്മെൻറ്റുകൾ നമുക്ക് പഠിക്കാം. ഇന്നതാണ് ഇല, ഇന്നതാണ് കമ്പ്, ഇന്നതാണ് അതിലുള്ള പൂവ് എന്ന് നമുക്ക് ഓരോന്നും കട്ടായിട്ട് പഠിക്കാം. അത് സെഗ്മെൻ്റൽ സ്റ്റഡിയാണ്. രണ്ടാമത്തെ ഇൻ്റലക്ച്വൽ സ്റ്റഡിയാണ്. ഇൻ്റലക്ച്വൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്. അതിലുള്ള ഒരു ഇലയും മറ്റൊരു ഇലയെ പോലെയല്ല. അതിലിപ്പോൾ ഒരു 5000 ഇലയുണ്ടെങ്കിൽ, ഞാൻ എണ്ണം ഏകദേശം പറഞ്ഞു എന്ന് മാത്രം, 5000 ഇലകളും ഒന്നിനൊന്ന് വ്യത്യാസമായിരിക്കും, ഒന്നും ഒരേപോലെ ആയിരിക്കില്ല. ഇനി കാഴ്ചയിൽ ഒന്നായാൽ തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വ്യത്യാസമായിരിക്കും. അതിൻ്റെ ശാസ്ത്രീയ നാമം പഠിക്കാം, അതിൻ്റെ ഇലകളിലുള്ള വിവിധങ്ങളായ അതിൻ്റെ ചെറിയ ചെറിയ വരകളെക്കുറിച്ച് പഠിക്കാം. ഇന്ന് മോഡേൺ സയൻസ് പറയുന്നത് ഇലകളിലുള്ള അതിൻ്റെ ആ ഒരു കോമ്പിനേഷനെ മറ്റൊരു രീതിയിൽ മാറ്റിയെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന കോൺക്രീറ്റ് സിസ്റ്റം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട്. കുറച്ചുകൂടി തെളിച്ച് പറയാം. ഇലകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത് ചെറിയ ചെറിയ നാരുകളുണ്ടാകും. അതിൻ്റെ മിഡിലൊരു നാരുണ്ടാകും, പല ഭാഗത്തേക്കും നാരുകളുണ്ടാകും. അതിൻ്റെ പച്ച ഭാഗത്തെ താങ്ങി നിർത്തുന്നത് ആ നാരുകളാണ്. എന്നതുപോലെ ഈ വീട് നിങ്ങൾ നോക്കിയാൽ ഇത് വാർക്കുന്ന സമയത്ത് കുറേ കമ്പികൾ പല രീതിയിലും വെച്ചിട്ടുണ്ടാകും. അതിൽ നിന്നാണ് വാർപ്പിൻ്റെ നിർമ്മാണം ഉണ്ടായത് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. അതങ്ങനെ പഠിക്കാം. മൂന്നാമത്തെ പഠിപ്പാണ് സ്പിരിച്വൽ സ്റ്റഡി. എന്തിനാണ് ഈ ചെടി? ആരാണ് ഉണ്ടാക്കിയത്? ഈ ചെടിക്ക് ആരാണ് സൗന്ദര്യം നൽകിയത്? പച്ചക്കളറിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണ്? അത് കേവലം ഒരു ചെടി മാത്രമാണോ? ഇതിൻ്റെ പിറകിൽ ആരുണ്ട്? ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ പിറകിൽ SKSF നേതാക്കന്മാരുണ്ടല്ലോ. ഈ ഒരു ചെറിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ പിറകിൽ SKSFൻ്റെ ജില്ലാ നേതാക്കന്മാരുണ്ടെങ്കിൽ ആ ചെടിയെന്ന് പറയുന്ന വളരെ നിർണായകമായൊരു സാധനം, എത്ര മനോഹരമാണ് ആ ചെടി! ഇത്ര മനോഹാരിതയോടുകൂടി ലോകത്ത് മനുഷ്യനൊന്നും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഠിക്കുക, ആരുണ്ടാക്കി? അതാണ് സ്പിരിച്വൽ സ്റ്റഡി. ഗസാലി ഇമാം ഫോക്കസ് ചെയ്ത ഭാഗം സ്പിരിച്വാലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ 24ാമത്തെ വയസ്സിൽ മദ്രസത്തുൻ നിലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പളാകുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, 100,000 ചോദ്യങ്ങൾ. കുറച്ചു കാലം നമ്മൾ ജീവിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ജീവിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ശ്വാസമങ്ങ് നിന്ന് പോയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഗസാലി ഇമാമിൻ്റെ എല്ലാ തോട്ടുകളും ആദ്യകാലത്ത് അദ്ദേഹം ഭൗതികതയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മനുഷ്യൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയാൽ പ്രപഞ്ചത്തിലെ 25 മൂലകങ്ങൾ നമ്മൾ കാണാൻ കഴിയും. നമ്മളൊരു മാംസം കട്ട് ചെയ്തിട്ട് ലാബിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രപഞ്ചത്തിലെ 25 മൂലകങ്ങളുടെ ചേരുവയാണ്. എന്നാൽ ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം തീരുന്നില്ല. മറിച്ച് ഉമ്മാൻ്റെ വയറ്റിൽ നമ്മൾ കിടക്കുന്ന 4ാമത്തെ മാസം അള്ളാഹു നമ്മിലേക്ക് ഊതിയ ഒരു സാധനമുണ്ട്. മരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പോകുന്നൊരു സാധനമുണ്ട്. അതിനൊരിക്കലും നാശമില്ല, അതിനൊരിക്കലും തകർന്നു പോകില്ല, ഛിന്ന ഭിന്നമായി പോകില്ല. ഇന്ന് ആധുനിക സയൻസ് പരിശോധിച്ച് നോക്കിയാൽ ഫുൾ ലോജിക്കലാണ്, എല്ലാം ലോജിക്കലായി ചിന്തിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ലോജിക്കലായി ചിന്തിക്കുന്നു. ലോജിക്കിനും യുക്തിക്കും ഒരു പരിമിതിയുണ്ട്, അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ആധുനിക സയൻസ് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണ് യഥാർത്ഥമായ അറിവ്. കാണലും കേൾക്കലും തൊടലും തുടങ്ങി 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണ് യഥാർത്ഥമായ അറിവ്. എന്നാൽ ഗസാലി ഇമാം വാദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവാണെങ്കിലും ആ അറിവിനപ്പുറം വഹിയിൻ്റെ ഒരു അറിവുണ്ട്. ആ വഹി അള്ളാഹുവിൻ്റേതാണ്. അവൻ ഈ ലോകത്തെ പടച്ചവനാണ്. അവനിലേക്കുള്ള അന്വേഷണം, അവൻ ആരാണോ അവനെക്കുറിച്ചുള്ള അന്വേഷണമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. മനുഷ്യൻ 3 ഘടകങ്ങൾ ചേർന്നതാണ്. ഒന്ന് ഈ ശരീരം, ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും. ബാഹ്യാവയവങ്ങളിൽ പരിമിതമായ പങ്ക് മാത്രമേ നമുക്കുള്ളൂ. എൻ്റെ കൈ ഞാൻ ഉയർത്തുമ്പോൾ എനിക്ക് എൻ്റേതായ ലിമിറ്റഡ് പവറുണ്ട്. അത് അള്ളാഹു വേണ്ടെന്ന് വെച്ചാൽ പൊക്കാൻ കഴിയില്ല. എന്നാൽ ഇൻറ്റേർണൽ ഓർഗാനിസത്തിൽ നമുക്കൊരു റോളുമില്ല. പിന്നെ ആരാണ് ചലിപ്പിക്കുന്നത്? ആരാണതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ശരീരം മണ്ണിൻ്റെ കേവലം ചേരുവകൾ മാത്രമാണ്.
നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ അത് എവിടെയാണ് പോകുന്നത്? അവിടെയാണ് ഗസ്സാലി ഇമാമിൻ്റെ എല്ലാ ദാർശനികതയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീ കത്തിച്ചാൽ തീ മുകളിലേക്ക് പോകും, വെള്ളമൊഴിച്ചാൽ വെള്ളം താഴോട്ടൊഴുകിപ്പോകും. ഈ മനുഷ്യൻ്റെ പോക്ക് എങ്ങോട്ടാണ്? മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിനൊരു ലക്ഷ്യമുണ്ടല്ലോ, പാദരക്ഷയാണ്, പാദത്തെ രക്ഷിക്കലാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ, ഔറത്ത് മറക്കലാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന കണ്ണടക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, കാഴ്ചയിൽ ക്ലാരിറ്റി ഉണ്ടാക്കലാണ്. എന്നാൽ ഇതെല്ലാം അടങ്ങിയ ഈ ജീവിതം, കാലും കണ്ണും മൂക്കും ചെവിയുമൊക്കെ അടങ്ങിയ ജീവിതം എന്തിനു വേണ്ടിയാണ്? ഗസാലി ഇമാമിൻ്റെ ദാർശനികത നിൽക്കുന്നത് അത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ളതാണ്. അള്ളാഹു കണ്ടെത്താനുള്ളതായിരിക്കണം ബുദ്ധി. ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യമല്ല. യുക്തി എന്ന് പറഞ്ഞാൽ, ലോജിക്ക് എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യമല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വഴി മാത്രമാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയിലാണ്, ആ ബുദ്ധിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പല തത്വചിന്തകന്മാരും അതേപോലെ തന്നെ അക്കാദമിഷ്യന്മാരും പറയുന്നത് ഗസാലി ഇമാം മനുഷ്യൻ്റെ ചിന്തയെ ഡ്രൈ ആക്കി മാറ്റി എന്നുള്ളത്, വരണ്ട ചിന്തയാക്കി മാറ്റിയുള്ളത്. അരിസ്റ്റോട്ടിലിൻ്റെ ചിന്തകൾ പലപ്പോഴും ഗസാലി ഇമാമിന് പ്രചോദനമായി മാറിയിട്ടുണ്ട്. അരിസ്റ്റോട്ടിലിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ അത് ബോഡി റിലേറ്റഡ് ആണ്, ബോഡിക്കുണ്ടാകുന്ന സുഖം. ഞാൻ അവസാനിപ്പിക്കാം. മനുഷ്യൻ്റെ ശരീരത്തിന് കേവലം സുഖം മാത്രമേ ആവശ്യമുള്ളൂ. കൈകൾക്ക് വേണ്ടത് കൈകൊണ്ടുള്ള സുഖമാണ്, കണ്ണിന് വേണ്ടത് കണ്ണുകൊണ്ടുള്ള സുഖമാണ്, ചെവിക്ക് വേണ്ടത് ചെവി കൊണ്ടുള്ള സുഖമാണ്. പക്ഷെ ഇതിനൊന്നും ബുദ്ധിയില്ലതാനും. കൈകൾക്ക് ബുദ്ധിയുണ്ടോ? ഇല്ല. കണ്ണിന് ബുദ്ധിയുണ്ടോ? കണ്ണിന് ബുദ്ധിയില്ല. ചെവിക്ക് ബുദ്ധിയുണ്ടോ? ബുദ്ധിയില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്കൊന്നിനും ബുദ്ധിയില്ല. ബുദ്ധിക്ക് പോലും ബുദ്ധിയില്ലല്ലോ, ബുദ്ധിക്ക് പോലും ബുദ്ധിയില്ല. പിന്നെ ഈ ബുദ്ധി ആരാണ് കൊടുക്കുന്നത്? ആരാണ് അതിൻ്റെ അപ്പുറമുള്ളത്? ഗസാലി ഇമാം ഫോക്കസ് ചെയ്യുന്ന ഏരിയ മനുഷ്യൻ്റെ ആത്മാവാണ്, റൂഹാണ്. ഗസാലി ഇമാമിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമുണ്ട്. വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി. റൂഹാണ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ഘടകം. അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലതാണ് നമുക്ക്. അള്ളാഹു തന്നെ പറയുന്നത് എന്താണ്? വയസ്അലൂനക അനിർ റൂഹി ഖുൽ റൂഹു മിൻ അംരി റബ്ബി. അത് റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മുടെ എല്ലാമാക്കി മാറ്റുന്നു. വാട്ട് ഈസ് എ ലോജിക് ബിഹൈൻഡ് ഇറ്റ്? തിങ്ക് അബൌട്ട് ഇറ്റ്. എല്ലാമാണ് റൂഹ്, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലതാനും. ആ ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇൻസ്പയറിംഗ് ആയ തോട്ടുണ്ടാക്കിയത്. ആ ചിന്ത അദ്ദേഹത്തെ പലതിലേക്കും നയിച്ചു കൊണ്ടുപോയി. അതാണ് സൂഫിസം, അതാണ് തസവുഫ്. ഗസാലി ഇമാം നേരത്തെ ഉണ്ടായിരുന്ന ചിന്തകളെ ചെത്തിക്കൂർപ്പിച്ചെടുത്ത് ഷാർപ്പൺ ചെയ്യിപ്പിച്ച് നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ എന്തിനാണ് ലോകത്തേക്ക് വന്നത് എന്ന ചിന്തയെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി വന്ന 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഗസാലി ഇമാം. ഗസാലി ഇമാം ഇത്ര വലിയ രീതിയിലേക്ക് വളർന്നു വന്നതിന് 2 കാരണം ഗസാലി ഇമാം പറയുന്നുണ്ട്. ഒന്ന്, ഉപ്പാൻ്റെ പൊരുത്തമാണ്. ഉപ്പാൻ്റെ പൊരുത്തം. ഉപ്പ മരിക്കുന്ന സമയത്ത് കുറച്ച് പൈസ ഉപ്പാൻ്റെ സൂഫിയായ സുഹൃത്തിന് കൊടുക്കുന്നുണ്ട്. ചരിത്രം അങ്ങനെയാണ്, ചരിത്രത്തേക്ക് പോകുന്നില്ല സമയമായതുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ ആദ്യമായി ഒരു സ്ഥാപനത്തിൽ ചേർത്തു. ആ സ്ഥാപനം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. അത് ജുർജാനിലുള്ള സ്ഥാപനമായിരുന്നു. ജുർജാനിൽ പഠനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ചെറിയ കുട്ടിയാണ് ഗസാലി ഇമാം. തിരിച്ചു വരുന്നതിനിടയിൽ അദ്ദേഹത്തെ കൊള്ളക്കാർ പിടികൂടി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തു. ഗസാലി ഇമാം കുറച്ചു നേരം നിർനിമേഷനായി നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊള്ളത്തലവനോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആ സഞ്ചിയിൽ കുറച്ച് സാധനമുണ്ട്, ആ സാധനം എനിക്ക് തിരിച്ചു തരണം. കൊള്ളത്തലവൻ ചോദിച്ചു, എന്താണത്? അതിൽ കുറച്ച് ഞാൻ എഴുതിയ കുറേ ഇൽമിൻ്റെ ഖുറാസാത്തുകളുണ്ട്, ചെറിയ കുറിപ്പുകളുണ്ട്, ആ കുറിപ്പുകൾ എനിക്ക് തരണം. അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ജുർജാനിൽ നിന്ന് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പഠനം കഴിഞ്ഞുകൊണ്ട് വരികയാണ്. അതിലെന്താ ഉള്ളത്? കുറേ അറിവുകളാണ്. എന്നിട്ട് അദ്ദേഹം കൊള്ളത്തലവൻ ചോദിക്കുന്നുണ്ട്, ഖുറാസാത്ത്, കുറിപ്പാത്തുകൾ നഷ്ടപ്പെട്ടു പോയാൽ ഉള്ള അറിവ് യഥാർത്ഥമായ അറിവാണോ? കുറിപ്പാത്തുകൾ നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾ കൈകൊണ്ട് കുറിച്ചുണ്ടാക്കിയ ഈ കുറിപ്പുകൾ നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണോ അറിവ്? അതല്ലല്ലോ അറിവ്. അറിവ് എവിടെയാണ് വേണ്ടത്? ഹൃദയത്തിലല്ലേ? ഈ കൊള്ളത്തലവൻ്റെ ഈ വാക്ക് ഗസാലി ഇമാമിൻ്റെ ചിന്തയിൽ 100,000 തോട്ടുകൾ ഉണ്ടാക്കിയെന്നും പിന്നീട് മദ്രസത്തുൻ നിസാമിയിൽ പ്രിൻസിപ്പളായി വരികയാണ്. പിന്നീട് അദ്ദേഹം
കുറച്ച് കഴിഞ്ഞപ്പോൾ 55-ാമത്തെ വയസ്സിലാണല്ലോ മരിക്കുന്നത്. ആത്മീയമായ മേഖലയിൽ മാത്രം ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഇഹിയാ ഉലൂമുദ്ദീൻ വരുന്നത്. ഇഹിയാ ഉലൂമുദ്ദീൻ്റെ സ്ട്രക്ചർ അറിയാം. അതിൽ 4 ഭാഗമുണ്ട്. ഒന്ന്, അതിൽ ഇബാദാത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നമസ്കാരം എങ്ങനെയാവണം, ഉളു എങ്ങനെയാവണം, സക്കാത്ത് എങ്ങനെയാവണം, ഹജ്ജ് എങ്ങനെയാവണം, ഇബാദാത്തുകളെക്കുറിച്ചുള്ള ചർച്ചയാണ്. രണ്ടാമത്തെ ചർച്ച ആദാത്തുകളെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട രീതി എങ്ങനെയാണ്, നിക്കാഹിൻ്റെ രീതി എങ്ങനെയാണ്, നടക്കേണ്ട രീതി എങ്ങനെയാണ്, തുപ്പേണ്ട രീതി എങ്ങനെയാണ്. ഇതാണ് ആദാത്ത്. മൂന്നാമത്തെ കാര്യം മുഹ്ലിക്കാത്തുകളാണ്. മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ 3 ഘടകങ്ങൾ: ശരീരം, മനസ്സ്, ആത്മാവ്. മനുഷ്യൻ്റെ ആത്മാവ്, ഹൃദയം കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ അവിടെ കാണുന്ന കണ്ണാടി കുറേ കാലം തുടക്കാതിരുന്നാൽ അതിൽ പൊടി വരും. പൊടി വന്നാൽ അതിലുള്ള എഴുത്ത് തെളിഞ്ഞു വരില്ല. എന്നതുപോലെ പാപങ്ങൾ ചെയ്യുമ്പോൾ ഹൃദയത്തിലാണ് കറയുണ്ടാകുന്നത്. എത്ര മനോഹരമായിട്ട് പറയുകയാണ് അദ്ദേഹം. ഹൃദയമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ഘടകം. ആ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടത്. അതാണല്ലോ അലാ ഇന്ന ഫിൽ ജസദി മുലഗത്തൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് തലയിലേക്കല്ല, ഹൃദയത്തിലേക്കാണ്. തലകൊണ്ട് ചിന്തിക്കുന്നു നമ്മൾ. ചിന്തിച്ചിട്ട് ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറക്കണം. തലയെയും ഹൃദയത്തെയും ബന്ധിപ്പിച്ചു എന്നുള്ളതാണ് ഗസാലി ഇമാം ചെയ്ത ഏറ്റവും വലിയ ദാർശനികമായ കാര്യം. തലയിലുള്ളത് തലക്ക് കേടുവന്നാൽ നീങ്ങിപ്പോകും. തലകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷഫീർ അവിടെ ഇരിക്കുന്നു. ഷഫീറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഷഫീർ ആൾ ശരിയല്ല, നല്ലവനാണ്. എൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നു. ഇനി അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നു. സന്തോഷം ഹൃദയത്തിലാണ്, ചിന്ത തലയിലാണ്. ചിന്തയെയും ഹൃദയത്തെയും സംയോജിപ്പിച്ചു എന്നുള്ളതാണ് ഗസാലി ഇമാം ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഗസാലി ഇമാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനിയൊരു ഗസാലി കൂടി വരേണ്ടതുണ്ട്. ഗസാലി ഇമാം ആരെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനിയൊരു ഗസാലി കൂടി വരേണ്ടതുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ 90% ഉപയോഗപ്പെടുത്തിയ വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം. ഇമാം ഗസാലിയുടെ ദാർശനിക ജീവിതത്തെ വളരെ മനോഹരമായി സയൻറ്റിഫിക്കായിട്ട് ഉസ്താദ് അവറുകൾ വിവരിച്ചിട്ടുണ്ട്. ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഇമാം ഗസാലിയുടെ ദാർശനിക അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഹൈത്തമി ഉസ്താദിലേക്ക് പോവുകയാണ്. ഇമാം ഗസാലി ഈ ദാർശനിക, ഭാഷ, ശാസ്ത്ര മേഖല, ആത്മീയ മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഈ സംഭാവനകളെ നമ്മൾക്ക് എങ്ങനെ വിവരിക്കാം എന്നുള്ളതാണ് ഉസ്താദിനോടുള്ള ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഗസാലി ഇമാമിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചൊക്കെ കുറേയേറെ എന്നോടൊപ്പമുള്ള 2 പണ്ഡിതരും അവിടെ സംസാരിക്കുകയുണ്ടായി. ഗസാലി ഇമാം ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഇസ്ലാമിക ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. എല്ലാ തരത്തിലുള്ള നവീന ചിന്തകളും ഇസ്ലാമിനെ മുച്ചൂടും ഗ്രസിച്ചിരുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ബാത്തിനികൾ അരങ്ങ് തകർത്ത ഒരു കാലഘട്ടം. നമുക്കറിയാം, BC 300-ലും 400-ലുമൊക്കെ ജീവിച്ചു പോയ ആളുകളുടെ ചിന്തകൾ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ആ ചിന്തകൾ ഒട്ടേറെ മുസ്ലിം പണ്ഡിതരെ സ്വാധീനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് നമുക്കറിയാം, ലോകത്തെ പ്രധാന ദാർശനികരായി വിലയിരുത്തപ്പെടുന്ന, ഫിലോസഫേഴ്സായി വിലയിരുത്തപ്പെടുന്ന സോക്രട്ടീസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്ലാറ്റോ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, ഇവരുടെയൊക്കെ ചിന്താധാരകൾ മുസ്ലിം പണ്ഡിതർക്കിടയിലേക്ക് വ്യാപിക്കുകയും അങ്ങനെ അവരുടെ ഫിലോസഫിയിൽ സ്വാധീനിതമായിട്ടുള്ള ആശയങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത്, ഇപ്പോൾ ഇവിടെയൊക്കെ പരാമർശിക്കപ്പെട്ടതുപോലെ ഇഹ്യാ ഉലൂമിദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അതാണല്ലോ.
റിലീജിയസ് സയൻസസിനെ ഇഹ്യാ ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥ മതവിദ്യാഭ്യാസം എന്താണ്? യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ്? ഈ പറയുന്ന അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയിൽ നമ്മൾ എന്തിനു ആകൃഷ്ടരാവണം? ഈ ഒരു ചിന്തയിൽ നിന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലുള്ള ചില പ്രത്യേകമായ ഉൾവിളികൾ അദ്ദേഹത്തിലുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ അഭൂതപൂർവമായ ബൗദ്ധിക നിലവാരം അതിനനുസരിച്ച് അദ്ദേഹം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് നേരത്തെ അസ്അദി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഹുജ്ജത്തുൽ ഇസ്ലാമായി അദ്ദേഹം മാറിത്തീരുകയും ചെയ്യുന്നത്. നമുക്കറിയാം അദ്ദേഹം ചെയ്ത സംഭാവനകൾ എല്ലാ മേഖലകളിലുമുണ്ട്, എല്ലാ മേഖലകളിലും. നമ്മൾ ഫിഖ്ഹിൻ്റെ കിതാബുകൾ പഠിക്കുമ്പോൾ ബസീത്തും വസീത്തും വജീസും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ഇനി ഇഹ്യയിലാണെങ്കിലും ഫിഖ്ഹുണ്ട് എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ബിദായത്തുൽ ഹിദായ പോലെ ഖുലാസ പോലെ ഫിഖ്ഹ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഷാഫി ഫിഖ്ഹിൽ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ. പിന്നീട് ഈ ബസീത്തും വസീത്തും വജീസുമാണ് ഫതുഹുൽ മുഈനിലേക്ക് വരെ എത്തിച്ചേർന്നത് എന്ന് നമ്മളറിയാം. അത് പിന്നെ തലമുറകളായി കടന്നു വരുമ്പോൾ അത് റാഫി ഇമാമിൽ നിന്ന് പിന്നീട് നവവി ഇമാമിൻ്റെ മിൻഹാജു താലിബിൽ നിന്ന് അതിൻ്റെ ഷറഹുകൾ തുഹ്ഫയും നിഹായും ഒക്കെയായി അവിടെ നിന്നാണ് ഫതുഹുൽ മുഈനിലേക്ക് നമ്മുടെ ഫിഖ്ഹിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ ഫിലോസഫി, അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫി, അതുപോലെ പ്ലാറ്റോയുടെ ഫിലോസഫി, ഇവയൊക്കെ ഉണ്ടാക്കി വെച്ച വിന, അവ ഉണ്ടാക്കി വെച്ച എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശരി എനിക്ക് തോന്നുന്നത് അവയുടെ സ്വാധീനത്തിൽ പുതുതായി കടന്നു വന്ന, നമ്മൾ ഏറെ അവരുടെ സംഭാവനകൾ വാഴ്ത്തി പറയാറുണ്ടെങ്കിലും മതപരമായ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഒട്ടേറെ നിരൂപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഇബ്നു സീനയും അൽഫാറാബിയാണ് രണ്ടാം മുഅല്ലിം. ഒന്നാം മുഅല്ലിം അരിസ്റ്റോട്ടിലാണെങ്കിൽ രണ്ടാം മുഅല്ലിം എന്ന് അറിയപ്പെടുന്നത് അൽഫാറാബി എന്ന് പറയുന്ന ആളാണ്. അൽഫാറാബിയുടെയും അൽഫാറാബിയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. അൽഫാറാബിയുടെ ശിഷ്യനാണ് നമ്മൾ ഈ പറയുന്ന ഇബ്നു സീന. പ്ലാറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ. അവരിരുവരും ഏത് രൂപത്തിൽ ചിന്താധാരകൾ സമൂഹത്തിന് സമർപ്പിച്ചു, അതേപോലെ ഒരു പക്ഷേ ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാലഘട്ടത്തിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പറയുന്ന ഫാറാബിയും അയാളുടെ ശിഷ്യനായ ഇബ്നു സീനയും. പക്ഷേ ഇവർ ഉണ്ടാക്കി വച്ച ഈ ചിന്താധാരയിൽ നിന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മൂല്യം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. ശാസ്ത്രമാത്രവാദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ ശാസ്ത്രമാത്രവാദത്തിൻ്റെ ഒരു പഴയ പതിപ്പാണ് ഈ പറയുന്ന ഇബ്നു സീനയും അൽഫാറാബിയും ഒക്കെ മുന്നോട്ട് വെച്ച അരിസ്റ്റോട്ടിലിയൻ പ്ലാറ്റോ സിദ്ധാന്തങ്ങൾ. അവയെ ഇഴകീറി പരിശോധിച്ച് അവയെ കൃത്യമായി അവധാനതയോടെ പഠിച്ച് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതാണ് മഖാസിദുൽ ഫലാസിഫ എന്ന് പറയുന്ന പുസ്തകം. മഖാസിദുൽ ഫലാസിഫ എഴുതിയതിന് ശേഷം അതിൽ ഫിലോസഫിയുടെ വ്യത്യസ്ത വശങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്, PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഫിലോസഫിയുടെ വ്യത്യസ്തങ്ങളായ വശങ്ങൾ, അരിസ്റ്റോട്ടിലിയൻ ഫിലോസഫിയുടെയും ഈ പറഞ്ഞ പ്ലാറ്റോയുടെയും ഒക്കെ ഈ ഫിലോസഫിയുടെ വശങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം മഖാസിദുൽ ഫലാസിഫയ്ക്ക് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകം തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മുടെ മെത്തഡോളജി പഠിപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കൂടിയായിട്ട് ആദ്യം മഖാസിദുൽ ഫലാസിഫ എഴുതി, പിന്നീട് തഹാഫുത്തുൽ ഫലാസിഫ എഴുതിയതിന് നമുക്ക് വായിക്കാൻ പറ്റും. തഹാഫുത്തുൽ ഫലാസിഫ എന്ന് പറഞ്ഞാൽ, തഹാഫുത്ത് എന്ന് പറഞ്ഞാൽ ഇൻകോഹറൻസ്, പൊരുത്തക്കേട് എന്നാണ്. പൊരുത്തക്കേടുകൾ, ഫിലോസഫിയുടെ പൊരുത്തക്കേടുകൾ, ഫിലോസഫേഴ്സിൻ്റെ പൊരുത്തക്കേടുകൾ, അതൊക്കെ വിശദീകരിക്കപ്പെട്ട വളരെ ശ്രദ്ധേയമായ കൃതിയാണ് ഈ പറയുന്ന തഹാഫുത്തുൽ ഫലാസിഫ. അങ്ങനെ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കാം, ചോദ്യത്തിനനുസരിച്ച് പറയാം. അദ്ദേഹം ചെയ്ത സംഭാവനകളുടെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാം ഒരുപക്ഷെ അതിൻ്റെ തനതായ വായനയിൽ നിന്ന്, ഇസ്ലാമിനെ തനതായ, നമ്മൾ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയാറുണ്ടല്ലോ, നമ്മുടെ സമസ്തയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം, ആ ഇസ്ലാമിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിലെ നവീനാശയങ്ങളുടെ കുത്തകയായി ഇസ്ലാമിക
വൈജ്ഞാനിക ലോകം പരിവർത്തിതമായ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ തനതായ വിദ്യാബോധന രീതിയിലേക്കും ആത്മജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു തസവുഫിയായ, ഒരു പക്ഷേ തസവുഫിന് ഇത്രമാത്രം സ്വാധീനം ഉണ്ടാക്കിയതും അതിൻ്റെ ഒരു ചരിത്രം വായിക്കുമ്പോഴും നമുക്ക് ഗസാലി ഇമാമിനെ വായിക്കേണ്ടി വരും. പിന്നീട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അദ്ദേഹം ഗസാലി ഇമാം വഫാത്താകുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജീലാനി തങ്ങൾക്ക് 30 വയസ്സാണ്. ജീലാനി തങ്ങളുടെ കുഞ്ഞ് പോലുള്ള വളരെ ശ്രദ്ധേയമായ കൃതികളുടെ പ്രചോദനം ഏതാണെന്ന് പരിശോധിച്ചാൽ നേരിട്ടുള്ള ഗസാലി ഇമാമിൻ്റെ ശിഷ്യനല്ല ജീലാനി തങ്ങളെങ്കിലും അദ്ദേഹത്തെ സ്വാധീനിക്കുകയും പിന്നീട് ഇന്നും ഖാദിരിയ തരീഖത്ത് ലോകത്ത് ശ്രദ്ധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖാദിരിയ തരീഖത്തിൻ്റെ അതിൻ്റെ ബേസ് ഏതാണെന്ന് പരിശോധിച്ചാൽ ഈ പറയുന്ന അരിസ്റ്റോട്ടിലിയൻ പ്ലാറ്റോവൻ സിദ്ധാന്തങ്ങളിൽ വിധേയപ്പെട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്തെ കൈപിടിച്ചുയർത്തി തസവുഫിലൂടെ ആത്മജ്ഞാനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് മതവിദ്യയെന്നും അതിലൂടെയാണ് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയെന്നും പഠിപ്പിച്ചു തരികയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം മുജദ്ദിദാണ്. നമ്മുടെ CE പ്രകാരം, കോമൺ എറ പ്രകാരം 11-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ് എന്ന് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത്. ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗസാലിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത് ഇഹ്യാ ഉലൂമുദ്ദീനാണ്. ആ കിതാബ് എടുത്ത് പരിശോധിച്ചാൽ അസദി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 3-4 പാർട്ടുകളായി വളരെ ഭംഗിയായിട്ട് ആ കിതാബ് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില വിഷയങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി തശ്ബീഹിലൂടെ ഒരു സാധാരണ മനുഷ്യന് വായിച്ചാൽ ഒരു സ്വർഗത്തെയും നരകത്തെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. അതിൽ പിന്നെ ഒരു മനുഷ്യനെ സിംഹം ഇങ്ങനെ ഓടിപ്പിക്കുന്നതും ആ മനുഷ്യൻ പേടിച്ച് വിറച്ച് പൊട്ടക്കിണറ്റിൽ വീഴുന്നതും പൊട്ടക്കിണറ്റിൻ്റെ താഴെ വിഷസർപ്പങ്ങൾ നോക്കി നിൽക്കുന്നതും മുകളിൽ സിംഹം കാത്തു നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്ന സമയത്ത് തൻ്റെ ചുണ്ടുകളിലേക്ക് 1-2 തേൻതുള്ളികൾ ഇറ്റുമ്പോൾ ആ തേൻതുള്ളികളെ വളരെ മനോഹരമായി ആസ്വദിച്ച് രുചിച്ചിറങ്ങുന്ന ആ ഒരു സംഭവത്തെ തൻ്റെ മുമ്പിൽ വരാനിരിക്കുന്ന ഇനി കടന്നു വരാനുള്ള ഒരു ലോകത്തെ മറന്നുകൊണ്ട് ഈ നൈമിഷികമായിട്ടുള്ള സുഖങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹത്തെ ഓർത്തെടുക്കുന്ന രീതിയിലുള്ള അവതരണമാണ് ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നത്. അബ്ദുൽ ഉസ്താദിനോടാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഒരു ഉള്ളടക്കം എങ്ങനെ വളരെ ചുരുങ്ങിയിട്ട് നമുക്ക് ഇത്രമാത്രം സ്വാധീനം ചെലുത്താൻ ആ കിതാബിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ഷക്കീർ ഹൈത്തമി ഉസ്താദ് പറഞ്ഞതുപോലെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അത് രചിക്കുന്ന സമയത്ത് തന്നെ 3 കാര്യങ്ങളെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുൻധാരണയോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സമീപിച്ചിട്ടുണ്ട്. ഒന്ന്, ഇഹ്യാ ഉലൂമുദ്ദീൻ ആരംഭിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അത് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ മഹാനവറുകൾ ഉപയോഗപ്പെടുത്തിയത് ധൈഷണികമായി സ്രഷ്ടാവിനെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മരണത്തെക്കുറിച്ച് പ്രതിപാദനം ചെയ്യുന്ന അധ്യായങ്ങളും ഗ്രന്ഥങ്ങളുമൊക്കെ അതിൽ കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആത്മീയതയാണെങ്കിലും ഫിലോസഫിയാണെങ്കിലും ദാർശനികതയാണെങ്കിലും ആത്യന്തികമായി ഇതിൻ്റെ അകംപൊരുളുകളിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യം വിവരമാണ്, വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് തൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ആദ്യ ഭാഗം തന്നെ, ആദ്യ ചാപ്റ്റർ തന്നെ വിജ്ഞാനം, വിദ്യാഭ്യാസം എന്ന ഹെഡ്ലൈനിൽ മഹാനവറുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു പക്ഷേ വരാൻ പോകുന്ന കാലത്തെ വളരെ നേരത്തെ വായന ചെയ്തതുകൊണ്ടായിരിക്കാം വിദ്യാഭ്യാസത്തിൻ്റെ ക്ലാസിഫിക്കേഷനെക്കുറിച്ചും മഹാനവറുകൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നു. വിദ്യാഭ്യാസത്തെ നമ്മളിങ്ങനെ വർഗീകരിക്കേണ്ടതുണ്ടോ എന്ന അതിഗഹനമായ ഒരു ചർച്ച
ഇഹ്യാ ഉലൂമിദ്ദീൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയുണ്ട്. മഹാനവറുകൾ വിദ്യാഭ്യാസത്തെ ഭൗതികമെന്നും ഭൗതികമല്ലാത്തതെന്നും വേർതിരിക്കുന്നതിന് പകരം സാമൂഹ്യ ബാധ്യതയുള്ളതും വ്യക്തിപരമായ ബാധ്യതയുള്ളതും എന്ന ഒരു കോണിൽ നിന്നാണ് മഹാനവറുകൾ വിദ്യാഭ്യാസത്തെ സംസാരിക്കുന്നത്. ഇത് ഇഹ്യാ ഉലൂമിദ്ദീനിൽ നിന്ന് മാത്രം വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണമായി നമുക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ അകത്തളങ്ങളിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് ആത്മീയതയും ദാർശനികതയും ഫിലോസഫിയുമൊക്കെ ചേർത്ത് വെക്കുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഉപമകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ജ്ഞാനപ്രസരണത്തെക്കുറിച്ച് മഹാനവറുകൾ പറഞ്ഞു വെക്കുന്ന അതിമനോഹരമായ ഒരു ഉപമയുണ്ട്. ജ്ഞാനപ്രസരണം ചെയ്യുന്ന വ്യക്തി, അധ്യാപകൻ, മുഅല്ലിം, ടീച്ചർ, അദ്ദേഹം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരധ്യാപകൻ ഒരു സൂചിയാവരുത് എന്നാണ്. മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ഉപമ. സൂചി മറ്റുള്ളവരെ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി വസ്ത്രങ്ങൾ നെയ്യുന്നു. പക്ഷേ സൂചി യഥാർത്ഥത്തിൽ നഗ്നനാണ്. താൻ നഗ്നനായി മറ്റൊരാളെ വസ്ത്രം ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന സൂചിയുടെ ഡ്യൂട്ടി ഒരധ്യാപകൻ എടുക്കരുത് എന്നല്ല, ജ്ഞാനപ്രസരണത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളും അത് ചെയ്തു പോകരുത് എന്ന് ആത്മീയതയും ഫിലോസഫിയും ദാർശനികതയും ചേർത്തുകൊണ്ടാണ് മഹാനവറുകൾ പറയുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഇഹ്യാ ഉലൂമിദ്ദീനിൽ കടന്നു വരാവുന്ന ചില ക്രിറ്റിസത്തെക്കുറിച്ച് നേരത്തെ ബോധവാനാകുന്നുണ്ട്. ആ വരാകുന്ന ക്രിറ്റിസത്തെ മറികടക്കാൻ, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യമാകുന്ന തരത്തിൽ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ഗ്രന്ഥത്തെ അദ്ദേഹം രചിക്കാൻ തയ്യാറാകുന്നുമുണ്ട്. ഇഹ്യാ ഉലൂമിദ്ദീനിൽ വരുന്ന താൻ പറഞ്ഞ വിവരങ്ങളെയും തൻ്റെ സിദ്ധാന്തങ്ങളെയും ദാർശനികതയെയും കൃത്യമായി അവിടെ വന്നേക്കാവുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തമാകുന്ന തരത്തിൽ മറ്റൊരു ഗ്രന്ഥത്തെ മഹാനവറുകൾ രചിച്ചു. അതാണ് അൽ ഇംലാഉ അല മുഷ്കിലിൽ ഇഹ്യാ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നേരത്തെ ഇവിടെ ഷക്കീർ ഉസ്താദ് പറഞ്ഞതുപോലെ തഹാഫത്തുൽ ഫലാസിഫ, മഖാസിദുൽ ഫലാസിഫ പോലെയുള്ള ഗ്രന്ഥത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ ചർച്ചയിൽ അത് വന്നാൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ആ വരാകുന്ന നിരൂപണങ്ങൾക്കൊക്കെ മറുപടി പറയാകുന്ന തരത്തിൽ അതിമനോഹരമായി ഇഹ്യാ ഉലൂമിദ്ദീനെ ചേർത്ത് വെക്കുകയും അതിൻ്റെ ഉള്ളടക്കങ്ങളെ, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ഇഹ്യാ ഉലൂമിദ്ദീൻ അത് കേവലം ചില ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസം വരുന്നു, നമ്മളുടെ മാനറുകൾ എങ്ങനെയായിരിക്കണം എന്ന കാര്യം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അസ്അദി ഉസ്താദ് പറഞ്ഞല്ലോ. ഇഹ്യാ ഉലൂമിദ്ദീൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ആദാത്തുകളെ സംബന്ധിച്ചാണ്. നമ്മളെങ്ങനെ ഭക്ഷണം, ഇഹ്യാ ഉലൂമിദ്ദീൻ്റെ രണ്ടാം വോളിയം ആരംഭിക്കുന്നത് തന്നെ ആദാബു ത്വആം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തസവുഫ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും അറിവും അതോടൊപ്പം പെരുമാറ്റ രീതിയും നമ്മുടെ ബിഹേവിയറും മാനറും അങ്ങനെ ചിന്താധാരകളിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതത്തിൻ്റെ പര്യാവസാനം വരെയുള്ള ആലോചനകളിലേക്ക് കൊണ്ടുപോകുന്ന അതിഗഹനവും എന്നാൽ അതിസരളവും എന്നാൽ ഗ്രാഹ്യവുമായ തരത്തിലുള്ള ഉപമകളിലൂടെയൊക്കെ സഞ്ചരിപ്പിച്ചാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ആകെ തുകകൾ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് സമ്മാനിക്കുന്നത്. ഇമാം ഗസാലിയുടെ ദാർശനിക വശങ്ങൾ നമുക്കെടുത്ത് പരിശോധിച്ചാൽ നേരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ ഒരു ദാർശനികതയിൽ ടച്ച് ചെയ്തുകൊണ്ട് കാണാം. ഇമാം ഗസാലി പോലും തൻ്റെ ഫിലോസഫിയെ പരിചയപ്പെടുത്തുന്നത് പ്രവാചക സിദ്ധാന്തം, ആ ഒരു ശാസ്ത്രത്തെ ഇമാം ഗസാലി അവതരിപ്പിച്ചത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയും അല്ലെങ്കിൽ തത്വചിന്തകളെയും ഇല്ലാതാക്കി അവസാനിപ്പിച്ചു എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അതിനെ അസദി ഉസ്താദ് എങ്ങനെയാണ് കാണുന്നത്? റസൂലുള്ളാഹിൻ്റെ ജീവിതം നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്ന് 13 വർഷക്കാലം മക്കയിലുണ്ടായ ജീവിതമാണ്. 13 വർഷം മക്കയിൽ.
10 വർഷം മദീനയിൽ, 13 കൂട്ടണം 10 സമം 23 വർഷം. മക്കയിലുണ്ടായ ഈ ജീവിതകാലത്തിനിടയിൽ നുബുവത്തിൻ്റെ 10ാമത്തെ വർഷത്തിലാണ് നമസ്കാരം നിർബന്ധമാകുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഹിജറ പോകുന്നതിൻ്റെ 2 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് പറഞ്ഞാൽ 10 വർഷക്കാലം ആരാധനാ സംബന്ധമായ കാര്യങ്ങളൊന്നും അള്ളാഹു റസൂലുള്ളാഹിനോട് പറഞ്ഞിരുന്നില്ല. മദീനയിലേക്ക് പോയതിന് ശേഷമാണ് ആരാധനാ കാര്യങ്ങളൊക്കെ നിർബന്ധമാകുന്നത്. ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നമുക്ക് ഗസാലി ഇമാമിനെയും വിലയിരുത്തി നോക്കാം. ഗസാലി ഇമാമിൻ്റെ ആദ്യകാല ജീവിതം, ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലി ഇമാം എഴുതുന്നത് അവസാന കാലഘട്ടത്തിലാണ്. അവസാന കാലത്താണ്, 10 വർഷത്തോളം എടുത്തുകൊണ്ടാണ് എഴുതിയത്. അത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും എഴുത്ത് തുടങ്ങിയിട്ട് ഡമാസ്കസിലാണ് അവസാനിപ്പിക്കുന്നതെന്നാണ് ചരിത്രരേഖയിൽ കാണാൻ കഴിയുന്നത്. ഗസാലി ഇമാമിൻ്റെ ആദ്യകാല ജീവിതം ഭൗതികമായ കാര്യങ്ങളുമായി റിലേറ്റഡായ കാര്യങ്ങളായിരുന്നു. കാരണം കൊട്ടാര ജീവിതം അദ്ദേഹം ആഗ്രഹിച്ചു, കൊട്ടാരത്തിൽ ജീവിച്ചു, കൊട്ടാര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സംവാദങ്ങൾ നടത്തിയിട്ട് വലിയ പണ്ഡിതനാണെന്ന പേരദ്ദേഹം എടുത്തു. അങ്ങനെ ലോകത്താകമാനം ശ്രദ്ധ നേടി. പിന്നീട് അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം ആത്മീയതയിലേക്ക് തിരിയുന്നത്. ആത്മീയതയിലേക്ക് തിരിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇങ്ങനെ മതിയോ, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ആത്മീയതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. 1111 അദ്ദേഹം വഫാത്താകുന്നത്, ഗസാലി ഇമാം വഫാത്താകുന്നത്. കഫംപുട മുഖത്തിട്ട് ഖിബിലക്ക് നേരെ കിടന്ന് കൈകാലുകൾ ചേർത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉറക്കെ ചൊല്ലിയിട്ട് ഒരു തിങ്കളാഴ്ചയാണ് ഗസാലി ഇമാം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം പോലും അദ്ദേഹത്തിന് നേരത്തെ കാണാൻ, മരണത്തെക്കുറിച്ച് നേരത്തെ അള്ളാഹു അറിയിപ്പ് കൊടുക്കില്ലെങ്കിലും ചിലർക്ക് അങ്ങനെയുള്ള ഇൽഹാമുകൾ ഉണ്ടാകുമല്ലോ, ആ അർത്ഥത്തിലാണ്. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തെയും ഗസാലി ഇമാമിൻ്റെ ജീവിതത്തെയും ചേർത്ത് വായിക്കുമ്പോൾ രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയല്ല, റസൂലുള്ളാഹിൻ്റെ എല്ലാ കാര്യങ്ങളും ഗസാലി ഇമാമിൽ ശക്തമായി റിഫ്ലക്റ്റ് ചെയ്തതായി, സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പരിമിതമായ അറിവിലൂടെയും വായനയിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം. അതിന് തെളിവാണ് ഇഹ്യാ ഉലൂമുദ്ദീന് തെളിവാണല്ലോ അൽ മുൻജിയാത്ത് എന്ന് പറയുന്ന അവസാന ഭാഗത്തുള്ള, അദ്ദേഹം ലൈഫിനെ 2ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന് നജാത്താണ്, 2 സആദത്താണ്. നജാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തെത്തിയാൽ അവർക്ക് കിട്ടുന്ന ഒരു നേട്ടമാണ് നജാത്ത് എന്ന് പറഞ്ഞാൽ. അത് പരലോകത്തു നിന്നാണ് നജാത്ത് കിട്ടുക. സആദത്ത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ അവർ കാണുന്നില്ലെങ്കിലും കാണുന്നത് പോലെ അവർ ചെയ്യും. അവർക്ക് നല്ല മാനസിക സുഖം ഉണ്ടാകും, ആത്മീയമായ സായുജ്യം ഉണ്ടാകും. അതാണ് സആദത്ത്. അദ്ദേഹം ലൈഫിനെ 2ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഈ ഒരു ആശയവും ഹദീസിൽ നിന്നും അദ്ദേഹം അതേപോലെ സെയിം ആയി കോപ്പി ചെയ്ത കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും വിലയിരുത്തലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇമാം ഗസാലിയെ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും ഒരു വിമർശനമായി വരുന്ന ഭാഗം എന്ന് പറയുന്നത് അബ്ബാസിയ കാലഘട്ടത്തിൽ, ഗോൾഡൻ ഏജിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇബ്നു സീനയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഖാനുൻ ഫി തിബ്ബ് എന്ന് പറയുന്നത്. ഇന്നും മെഡിസിൻ്റെ മൂലഗ്രന്ഥമായിട്ട് ഇന്നും ലോകം ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് കെൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകം രചിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇബ്നു സീനയാണ്. ആ ഇബ്നു സീനയെ ചിലപ്പോൾ പരിചയപ്പെടുത്തുന്നത് അവിസന്ന എന്ന പേരിലായിരിക്കും എന്ന് പരിചയപ്പെടുന്നത്. എന്നാൽ ആ പുസ്തകത്തിൻ്റെ ശരിയായ പേര് ഖാനുൻ ഫി തിബ്ബ് എന്നാണ്. അതിൻ്റെ ഓഥർ ഇബ്നു സീനയാണ്. എന്നാൽ ഇമാം ഗസാലിയെ പറയുന്നിടത്ത് ഈ ഇബ്നു സീനയുടെ വാദങ്ങളെ ചിലപ്പോൾ ഗണ്ണിക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഇബ്നു ഖൽദൂൻ്റെ വാദങ്ങളെ ചിലപ്പോൾ ഗണ്ണിക്കുക. ഇത്തരത്തിൽ ഉള്ള ഗണന കൊണ്ട്, ദാർശനികമായിട്ടുള്ള വിമർശനം കൊണ്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ ഗോൾഡൻ ഏജിലുണ്ടായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ഒരു പര്യവസാനം കുറിക്കലിന് ഇമാം ഗസാലി ചെയ്തു. തൻ്റെ ദർശനങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു കണ്ടുപിടുത്തങ്ങളെ ബ്ലോക്ക് ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഹൈതമി ഉസ്താദ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന
ഒരു വാദം കൂടിയാണ് നിങ്ങളെ ചോദ്യത്തിലുള്ളത്. അതായത് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രചാരകർ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗസാലി ഇമാം ഇവിടെ കൊണ്ടുവന്ന വിപ്ലവാത്മകമായ ഒരു തജ്ദീദ്, അദ്ദേഹം കൊണ്ടുവന്ന തജ്ദീദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പഴയകാല ഇസ്ലാമിക വിദ്യാബോധന രീതിയെ അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇസ്ലാമിൻ്റെ പഴയകാല വിദ്യാബോധന രീതി, ആത്മജ്ഞാനത്തിൽ അധിഷ്ഠിതമായ വിദ്യാബോധന രീതി ആവിഷ്കരിക്കുകയും തസവുഫ് ദീനിൻ്റെ ഒരു സത്യയായി മനസ്സിലാക്കി തരികയും ചെയ്തു എന്നുള്ളതാണ്. അതിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ, അതായത് തസവുഫി ശൈലിയിലുള്ള മതപാരമ്പര്യത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഗസാലി ഇമാമിനെ സയൻസ് വിരുദ്ധനാക്കി കഴിഞ്ഞാൽ, ശാസ്ത്രവിരുദ്ധനാക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എളുപ്പമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഒരു ഓഡിയൻസ്, ഈ പുതിയ കാലത്തെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ശാസ്ത്രമാത്രവാദികൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു ഓഡിയൻസിനോട് ഗസാലി ഇമാമ ശാസ്ത്രവിരുദ്ധനാണെന്ന് പറഞ്ഞാൽ ഗസാലി ഇമാമ കൊണ്ടുവന്ന തസവുഫും തെറ്റാണ്. ആ തസവുഫാണ്, അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തെ അവസാനിപ്പിച്ചത്, ഗോൾഡൻ ഏജിനെ അവസാനിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ ഗസാലി ഇമാം കൊണ്ടുവന്ന ജീവിത രീതി തെറ്റാണ്, ഗസാലി ഇമാം പഠിപ്പിച്ച, നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സമസ്തയൊക്കെ കൊണ്ടു നടക്കുന്ന ആദർശം അത് ശരിയായ രൂപത്തിലല്ല എന്ന് പറയാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഗസാലി ഇമാമിനെ ശാസ്ത്രവിരുദ്ധനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടം. ചില ആളുകൾ 14-ാം നൂറ്റാണ്ട് വരെ, 15-ാം നൂറ്റാണ്ട് വരെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന കാലഘട്ടമാണ്, ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടമാണ്. ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, നിങ്ങൾ സൂചിപ്പിച്ച അൽ ഖാനുനു ഫി തിബ്ബൊക്കെ, അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ ശാസ്ത്രലോകത്തിന് മുസ്ലിങ്ങൾ സംഭാവന ചെയ്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഗസാലി ഇമാമും ജനിക്കുന്നത്. ഗസാലി ഇമാമിൻ്റെ കാലഘട്ടത്തിലുള്ള സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സയൻസ് എന്നുള്ള നിലയിൽ അതിനെ നോക്കിക്കാണുന്നത് ശരിയാണെന്ന് തോന്നില്ല. അന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഫിലോസഫിയുടെ ഭാഗം തന്നെയാണ് നമ്മളിന്ന് പറയുന്ന സയൻസ്. അന്നത്തെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തബഇയാത്ത്, ഫിസിക്സ്, ഇലാഹിയാത്ത്, മെറ്റാഫിസിക്സ്, പിന്നെ ഈ ലോജിക്ക്, മാത്സ്, ഇതൊക്കെയാണ് അന്ന് സയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നത്തെ പോലുള്ള ഒരു സയൻസ് അല്ല അന്നത്തെ സയൻസ്. സ്വാഭാവികമായും ഗസാലി ഇമാമിൻ്റെ ഒരു ഏരിയ ഫിലോസഫി എതിർക്കുക എന്നുള്ളതാണ്. കാരണം ഫിലോസഫിയുടെ അമിതമായ കടന്നുകയറ്റാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളെ തകർത്തത് എന്ന ഒരു വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീനിനെ ഇഹ്യാ ചെയ്യാൻ ഗസാലി ഇമാം ശ്രമം നടത്തുന്നത്. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന പിന്നെ ഫിലോസഫി എതിർക്കാൻ വേണ്ടി അദ്ദേഹം തഹാഫത്തുൽ ഫലാസിഫ രചിച്ചു. ഈ പറഞ്ഞതുപോലെ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കാൻ മക്കാസിദുൽ ഫലാസിഫ രചിച്ചു. അതിനെതിരെ ശക്തമായി അദ്ദേഹം പോരാടി എന്ന് തന്നെ പറയാം. പക്ഷെ അതിനർത്ഥം സയൻസിനെതിരെ അദ്ദേഹം പോരാടി എന്നല്ല. ഇസ്ലാമിക ഗോൾഡൻ ഏജ് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ സയൻസുമായുള്ള മുസ്ലിങ്ങളുടെ താല്പര്യം അവസാനിപ്പിക്കാൻ അദ്ദേഹം കാരണമായി എന്നല്ല. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അവസാനിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ മംഗോളിയക്കാരെ കുറിച്ച് പഠിക്കണം. മംഗോളിയക്കാർ വന്ന് അവരുടെ 20 ലക്ഷത്തോളം മുസ്ലിങ്ങൾ അവരെ കൊന്നു. അതിൻ്റെ ഭാഗമായി ബഗ്ദാദിലെ ലൈബ്രറി നശിപ്പിച്ചു. അവിടെ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ ടൈഗ്രീസ് നദിയിൽ ഒഴുക്കി. അതിൽ ആ ഒഴുക്കപ്പെട്ടതിൽ ഗസാലി ഇമാമിൻ്റെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ആ ഗോൾഡൻ ഏജിൻ്റെ അവസാനം എന്നത് അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് ഗസാലി ഇമാമിൻ്റെ പഠനമായിട്ടോ മറ്റോ ബന്ധമുള്ളതല്ല. എന്ന് മാത്രമല്ല, മറ്റൊരർത്ഥത്തിൽ നമ്മൾ വായിച്ചാൽ 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിലേക്ക് ഇന്ന് സയൻസ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട്, സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം, കുറച്ചും കൂടി പറഞ്ഞൂടെ? അതായത് പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച സയൻസ് എന്ന് പറഞ്ഞാൽ, ആശയം എന്ന് പറഞ്ഞാൽ, തത്വചിന്ത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പറയുന്ന കൊസാലിറ്റി, നമ്മൾ കോസുകൾ കൊണ്ടാണ് എഫക്ഷൻ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന വാദം, അത് ഇന്നിപ്പോൾ ഏകദേശം തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാദമാണ് ആ കാലഘട്ടത്തിൽ പിന്നെ അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ചത്. അറബിയിൽ നമ്മളെ കിതാബുകളിൽ പഠിക്കും, ഇല്ലത്ത് മാദിയ, ഇല്ലത്ത് സൂരിയ, ഇല്ലത്ത് ഫായിലിയ, ഇല്ലത്ത് ഗായിയ. ഈ ഇലലുൽ അർബ എന്ന് പറയുന്ന കോസുകൾ ഉണ്ടെങ്കിൽ അവിടെ വസ്തുക്കൾ ഉണ്ടാവൽ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കാര്യം ഉണ്ടാവണം, കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാര്യം ഉണ്ടാവൽ നിർബന്ധമാണ്. ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫി. ഈ ഫിലോസഫി ആണ്
പുതിയ ഭാഷയിൽ നമ്മൾ കൊസാലിറ്റി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ ഡിറ്റർമിനിസം എന്ന് പറയും. എല്ലാം തീരുമാനിക്കപ്പെട്ടതാണ്. ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെ മഴ പെയ്താൽ നമ്മൾ നനഞ്ഞിരിക്കണം, തീ ഉണ്ടായാൽ, തീ കത്തിയാൽ അവിടെ കരിഞ്ഞിരിക്കണം. ഇതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് കൊസാലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഗസാലി ഇമാമിൻ്റെ വാദം ഒക്കേഷണലിസമാണ്. അതിനെ വിലയിരുത്തപ്പെട്ടത് അങ്ങനെയാണ്. ഒക്കേഷണലിസം എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടായാൽ കാര്യം ഉണ്ടാവണമെന്നില്ല. മഴ പെയ്താൽ നനയണമെന്നില്ല. മഴയെ നനയാനുള്ള ഒരു സബബായി, ഒരു കാരണമായി പടച്ചറബ് പടച്ചതാണ്. ആ മഴ പെയ്താൽ നനക്കാൻ പടച്ചറബ് തീരുമാനിച്ചാലാണ് മഴ കാരണം നനയുന്നത്. തീ കൊണ്ട് കത്തിച്ചാൽ കരിയണമെങ്കിൽ അത് പടച്ചറബ് അവിടെ കരിയുക എന്ന ആ ഒരു കാര്യത്തെ പടക്കണം. അല്ലാതെ തീ കത്തിച്ചത് കൊണ്ട് കരിയില്ല. അങ്ങനെ കരിയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ കരിയണം. പക്ഷേ അള്ളാഹു അവിടെ തീയോട് പറയുന്നത് യാനാറു കൂനി ബർദൻ വസലാമൻ, ഇന്ന് നിൻ്റെ ഉത്തരവാദിത്തം ഇബ്രാഹിമിന് സുരക്ഷ ഒരുക്കലാണ്. അതാണ് ആര് പറയുന്നത്? പിന്നെ അള്ളാഹു തീയോട് പറയുന്നത്. അപ്പോൾ കാരണങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ കാര്യം ഉണ്ടാവൽ നിർബന്ധമില്ല എന്ന നിലയിലേക്ക് ഇന്ന് ശാസ്ത്രം എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ്. അതായത് ഒന്നും അരിസ്റ്റോട്ടിലിൻ്റെ ഡിറ്റർമിനിസം എന്നുള്ളത് ശരിയല്ല. കാരണങ്ങൾ ഉണ്ടായാൽ കാര്യമുണ്ടാവില്ല. ക്വാണ്ടം ഫിസിക്സ് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, സമയമില്ല. അപ്പോൾ അത് എത്തി നിൽക്കുന്നത്, അതിൻ്റെ ഒരു ചുരുക്കം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ്. ഗസാലി ഇമാം 1000 കൊല്ലം മുമ്പ് എന്താണോ ഈ ലോകത്തോട് പറഞ്ഞത്, ഏത് ഫിലോസഫിയാണോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്, അതിലേക്ക് ഇന്ന് ശാസ്ത്രം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സന്തോഷം നൽകുന്ന ഒരു സായാഹ്നം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിലെ, അവിടുത്തെ ചരിത്രത്തിലെ ഏതാനും ഭാഗങ്ങൾ, ചെറിയ ഭാഗങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ വേളയിൽ സംവദിച്ചുകൊണ്ട് ഈ സർഗലയത്തിലെ ഒരു സെഷൻ, സായാഹ്ന ചർച്ച ഇവിടെ പരിസമാപിക്കുകയാണ്. ഈ വേദിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സഫ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുല്ല ഫൈസി ഉസ്താദ്, SKSF സംസ്ഥാന ഉപാധ്യക്ഷൻ ബഷീർ അസദി നമ്പറം, നന്ദി എജു വില്ലേജ് പ്രിൻസിപ്പൽ ഷക്കീർ ഹൈതമി ഉസ്താദ്, 3 പേരോടും തികഞ്ഞ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.